ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബാബി ഇതാ ഇവിടെ ഇന്ന് സ്കൂളുണ്ട് ഹലക്ക്. ബാബി സ്കൂൾക്കുള്ള സാധനങ്ങളൊക്കെ സ്കൂൾക്കുള്ള ലഞ്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ജിമ്മിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇനി വേഗം ഇന്ന് കുറച്ച് ലേറ്റ് ആയിക്കണ്, വേഗം ജിമ്മിന് പോയി വരട്ടെ. ബാബിക്ക് എന്താ പറയാനുള്ളത്? ബാക്ക് ടു ലൈഫ്. ഭാവി അറിയുന്നത് നോമ്പിനുള്ള സുഖമായിരുന്നു. രാവിലെ വെച്ചുണ്ടാക്കണ്ട, ഹലക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ. പക്ഷെ ഇപ്പം മൊത്തത്തിൽ ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ നോമ്പ് കഴിഞ്ഞപ്പം വലിയ സുഖമില്ല എന്നാണ് ബാബി പറയുന്നത്. അപ്പൊ ഞാൻ പോയി വരട്ടെ ബാബിയെ. ഒരു മാസമായിട്ട് വെള്ളക്കുപ്പിനൊക്കെ റെസ്റ്റ് ചെയ്തു. ഇതേറ്റൊക്കെ ജിമ്മിന് പോട്ടെ. അങ്ങനെ ഞങ്ങള് ജിമ്മൊക്കെ കഴിഞ്ഞു, ഞങ്ങളെ ഇറങ്ങിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് ചേച്ചിയെ? ഞങ്ങക്ക് 3 ദിവസം പെരുന്നാളായിട്ടൊക്കെ ലീവ്. നല്ല ചൂടുണ്ട്. ഇപ്പൊ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി ഹാലനേറ്റ് വീണ്ടും ഈ മംഗലത്തിൽ ഞങ്ങൾ ചെറിയൊരു വീട് വെക്കാനുള്ള പ്ലാൻ. ഹലോ ബേബി. അങ്ങനെ നമ്മള് 3 ദിവസത്തെ ലീവിന് ശേഷം സ്കൂൾക്ക് വീണ്ടും പോവാണ് അല്ലേ. പെരുന്നാൾ ലീവൊക്കെ കഴിഞ്ഞു. 2 ദിവസമല്ല, 5 days. നേരത്തെ കത്തിന്ന്. അങ്ങനെ നമ്മളെ ഭാവി ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിട്ടോ. കുറച്ച് ദിവസം നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വെള്ളരിക്ക കറിയാണ്. വെള്ളരി എന്നുള്ളത് വെള്ളരിയും പരിപ്പും കറി, ചോറുണ്ട് വാർത്ത വെച്ചേക്കണേ. വെള്ളരിയും പരിപ്പിനുള്ള കൂട്ടാൻ ചിക്കനും ഉണ്ട് കേട്ടോ പൊരിക്കാൻ. അല്ല ഞാൻ ചോദിക്കുക അതിനുള്ളൂ. എനിക്ക് വേണ്ട. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, വത്തക്ക. നോമ്പ് ആയതുകൊണ്ട് ഇതിന് ക്ഷാമല്ലേ. ഇത് എനിക്ക് മാത്രമായിട്ട് കൊണ്ടുവരണ്ട. ഇത് പെരുന്നാക്ക് ബാബി മസാല തേച്ച് വെച്ചതാണ്. കുറച്ച് എന്താ ബാബി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ബാബി കിച്ചണത്തെ പണികളൊക്കെ തീർക്കുന്നുണ്ട്, കുക്ക് ചെയ്യലും ക്ലീൻ ചെയ്യലും ഒക്കെ. ഞാനിത് അതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അടിച്ച് വാരി തുടക്കാനൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. നോമ്പാണ് ടൈമിൽ രാവിലെ തന്നെ അതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് പോക്ക്. അപ്പം നല്ല സുഖമാണ്. വന്നാൽ നല്ല വെയിലും ആണല്ലോ, അപ്പോൾ വെയിലും ചൂടൊക്കെ അല്ലേ. അപ്പോൾ വന്നാൽ കഴിയൂല വിചാരിച്ചിട്ട് നോമ്പിന് പോണതിന് മുന്നേ തന്നെ ഈ പണി അടിച്ച് വാരി തുടക്കുന്ന പണികളൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോക്ക്. പക്ഷെ ഇന്നിപ്പം വിചാരിച്ച് നോമ്പൊന്നും ഇല്ലല്ലോ, വന്നാലും ഇപ്പൊ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലല്ലോ, വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ട് പോയതായിരുന്നു കേട്ടോ. ഇതിന്റെ ഇടയിൽ കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പണിക്കായിട്ട് നിന്നിട്ടുള്ളത്. ഈ ഒരു മോപ്പ് പക്കാക്ക ഈ ഒരു നോമ്പിന്റെ ടൈമിലായിട്ട് വാങ്ങിക്കൊടുന്നതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് അതൊക്കെ തുടക്കാൻ. കാരണം ഒന്നാമത്തെ തീരെ കനല്ല, ഈ മോപ്പ് തീരെ കനല്ല. പിന്നെ നല്ല ക്ലീൻ ആവണുണ്ടേനും അതുപോലെ നല്ല ക്ലീൻ ആവണ ഒരു തരം ക്ലോത്താണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തുടക്കണവർക്ക് അറിയണ്ടാവും. നല്ല ക്ലീൻ ആവുന്നുണ്ടേനും പിന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ തുടച്ച ഭാഗം പെട്ടെന്ന് ഇങ്ങനെ ഉണങ്ങി കിട്ടും. പിന്നെ സാധാ മോപ്പറ്റ് തുടക്കുന്ന അത്ര സ്പീഡിൽ അങ്ങനെ തുടച്ച് പോകാൻ കഴിയൂല. അതുപോലെ തന്നെ ഈ ബക്കറ്റിൽ വെള്ളമാക്കിയിട്ട് കൊണ്ടെടുക്കാനും കഴിയൂല കേട്ടോ. ബക്കറ്റ് മൊത്തത്തിൽ പൊന്തിക്കാനും കഴിയും. മറ്റേ ഒരു ഭാഗത്തേക്ക് മാത്രം അങ്ങനെ വെയിറ്റ് കൂടിയിട്ട് വെള്ളം ഒന്നാകെ ചെരിഞ്ഞു പോവുകയാണ്. അപ്പോൾ അങ്ങനെ വെള്ളം കൊണ്ടെടുക്കാനും കഴിയൂല, പെട്ടെന്ന് തന്നെ ഇങ്ങനെ തുടച്ചെടുക്കാനും കഴിയൂല. ആ ഒരു 2 നെഗറ്റീവ് അതിനുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അതായിട്ട് തുടക്കാൻ നല്ല സുഖമാണ്. നല്ല ഡ്രൈ ആക്കിയിട്ട് ഉണക്കുകയും ചെയ്യുക. പിന്നെ നമ്മളെ കൈമരത്തുള്ളി വെള്ളമാക്കാണ്ട്
അപ്പോൾ ഈ ലേസോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉറ്റിച്ച് തുടക്കുമ്പോൾ അതൊന്നും നമ്മൾ കൈമാക്കാതെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക, തുടച്ചെടുക്കാനും കഴിയുണ്ട്. നമ്മളെ ഭാബിയാണ് ഹലനെ വിളിക്കാൻ പോകുന്നത്. എന്താ ഭാബിയെ മൊത്തത്തിൽ ഇർട്ടുങ്ങളെ, മൊത്തത്തിൽ ഇർട്ട്, പുറത്ത് വെയിലായിട്ട് ഈമാലിയായിട്ട് എന്നാ ഇർട്ടാണ് നിങ്ങൾ വിളിച്ച. ഇറങ്ങി നേരം 3 മണി ആയിക്കണെന്നോ, ഇറങ്ങിക്കൂടിന്നോ. ഈ നട്ടുച്ചക്കൊന്നും ചെക്കിങ് ഉണ്ടാവില്ല. ഇന്നിപ്പോ കുട്ടീനെ വിളിക്കാനും ബാബിയാണ് കേട്ടോ പോണത്. ചില ടൈമില് അവൾക്കൊരു പൂതിയാണ്, മമ്മിയെ വിളിക്കാൻ വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഇന്നിപ്പോ ബാബിയാണ് പോണത്. അതിന് നമ്മൾ അലബേബിയൊക്കെ സ്കൂളിട്ട് വന്ന് ഞങ്ങളിവിടെ അടുത്ത് വാട്ടർഫോൾസ് ഉണ്ടല്ലോ, അത് വന്നിട്ട് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ അത്. അപ്പോൾ അതിവിടെ നരിപ്പറമ്പ് കർമ്മയിൽ വന്നിട്ടുണ്ട്. നരിപ്പറമ്പല്ല, കർമ്മ റോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹല കുറേ അതിന് അത് കാണണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നത്. അപ്പം നാൾ കോട്ടക്ക വന്നിരുന്നല്ലോ, അത് അന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളിവിടുന്ന് കുറച്ച് ദൂരമാണെങ്കിൽ അന്ന് അവളായിട്ടാണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ അടുത്ത് വന്നപ്പോൾ അവളൊന്ന് കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ട് ഇറങ്ങിയാണ് കേട്ടോ. പോവാല ബൈ. ഞങ്ങൾ ഹെൽമെറ്റൊക്കെ ഇട്ട് റെഡിയായി, ഞാനും ബാബിയും കുട്ടിയും. ബാബിയാണ് വീഡിയോ എടുക്കുന്നത്. അല്ലാക്കാൻ മറന്ന് ഹലോ. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. യന്ത്രൂഞ്ഞാലൊക്കെ കണ്ടില്ലേ. വെള്ളം ഇങ്ങനെ വന്ന് നോക്കുന്നില്ല, വെള്ളത്തിന് സ്മെല്ലുണ്ട്. കോപ്പിറൈറ്റ് ഉണ്ടാവും.
മറ്റേ ആ ജോക്കറൊക്കെ ബാബിയെ ചട്ടിമുട്ടായി പല്ല് നല്ല ചൂടുണ്ട്. ഒരു കുൽക്കി സർവത്താണ്. കുൽക്കി സർവത്ത് എന്താ കഴിക്കട്ടെ ആദ്യമായിട്ട് നല്ല പഴം. ഇവരൊക്കെ പഴംപൊരി വഞ്ഞ മുക്കുവാണ്.
അല എങ്ങനെയുണ്ട് പോരാ വെള്ളച്ചാട്ടം മാത്രമല്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ വേറെയും കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കച്ചവടക്കാരൻ ആയിട്ടുള്ള കുറേ സാധനങ്ങളെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറുമ്പം വലിയ തിരക്കൊന്നും ഇല്ലേന്ന്, എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങാനായപ്പോഴത്തേനും പാർക്കിങ്ങൊക്കെ ഉണ്ട് ഫുള്ളയക്കണ്, അത്രക്കും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഹലക്കൊരു കുൽക്കി സർബത്ത് വേണമെന്ന് പറഞ്ഞപ്പം ഇത് പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങണത്. അത് വാങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിലേക്ക് വന്നതാണ്. ചെറിയ 2 കുട്ടികളാണ് കേട്ടോ ഇവിടെ ഈ കുൽക്കി സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇങ്ങനെ അവരാ ഉണ്ടാക്കണത് കാണാൻ തന്നെ, വാങ്ങാനേക്കാളും ആൾക്കാർ ഇവരെ ഉണ്ടാക്കണത് കാണാൻ കേട്ടോ. അതിൻ്റെ ചുറ്റുഭാഗം ആൾക്കാരുണ്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇവരെ കളി. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കമൻറ്റൊക്കെ വളരെ കുറവാണ്, ലൈക്കും കമൻറ്റും ഒക്കെ. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എടുത്തിട്ട് പോയപ്പോൾ ബ്ലോക്കായി. ഓ